സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഇന്നും വൻ ഇടിവ്. ഒറ്റയടിക്ക് ഗ്രാമിന് 255 രൂപയും പവന് 2040 രൂപയും കുറഞ്ഞു. US ഫെഡറൽ റിസർവിന്റെ പണനയ പ്രഖ്യാപനത്തിന് പിന്നാലെ രാജ്യാന്തര വിപണിയിൽ സ്വർണം വെള്ളി വിലകൾ ഇടിഞ്ഞതാണ് കേരളത്തിലും പ്രതിഫലിച്ചത്. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഇന്നും വമ്പൻ ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഗ്രാമിന് 255 രൂപയാണ് ഒറ്റയടിക്ക് കുറഞ്ഞത്. ഇതോടെ 14,175 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന്റെ വില. ഇതുപ്രകാരം പവന് 2040 രൂപ കുറഞ്ഞ് 1,13,400 രൂപയിലാണ് ഇന്ന് സ്വർണ്ണ വ്യാപാരം പുരോഗമിക്കുന്നത്. 18 ക്യാരറ്റ് ഗ്രാമിന് 205 രൂപ കുറഞ്ഞ് 11,650 രൂപയിലെത്തി. 14 ക്യാരറ്റ് ഗ്രാമിന് 9,070 രൂപയും 9 ക്യാരറ്റ് ഗ്രാമിന് 5,850 രൂപയിലുമാണ് വ്യാപാരം. വെള്ളിയുടെ വിലയും കുറഞ്ഞിട്ടുണ്ട്. ഗ്രാമിന് 5 രൂപ കുറഞ്ഞ് 260 രൂപയിലാണ് വ്യാപാരം പുരോഗമിക്കുന്നത്. മാർച്ച് 11 മുതൽ തുടർച്ചയായ വിലയിടിവാണ് സ്വർണത്തിനുണ്ടാകുന്നത്. കഴിഞ്ഞ 9 ദിവസം കൊണ്ട് ഗ്രാമിന് 3,400 രൂപ കുറഞ്ഞിട്ടുണ്ട്. ജനുവരി 29-ന് പവൻ വില 1,31,160 രൂപ എന്ന സർവകാല റെക്കോർഡിലേക്ക് എത്തിയിരുന്നു. അതിനു പിന്നാലെയാണ് സ്വർണ്ണവിലയിൽ ഇടിവ് രേഖപ്പെടുത്താൻ തുടങ്ങിയത്. ഇവിടെ നിന്ന് 17,760 രൂപയുടെ കുറവാണ് നിലവിലുണ്ടായിട്ടുള്ളത്. US ഫെഡറൽ റിസർവിന്റെ പണനയ പ്രഖ്യാപനത്തിന് പിന്നാലെ രാജ്യാന്തര വിപണിയിൽ സ്വർണം വെള്ളി വിലകൾ ഇടിഞ്ഞതാണ് കേരളത്തിലും പ്രതിഫലിച്ചത്. US ഫെഡറൽ റിസർവ് പ്രധാന പലിശ നിരക്കുകളിൽ മാറ്റം വരുത്തേണ്ടതില്ലെന്ന് തീരുമാനിച്ചു. ഈ വർഷം തുടർച്ചയായ 2ാം തവണയാണ് പലിശ നിരക്ക് നിലനിർത്തുന്നത്. ജനുവരിയിലെ യോഗത്തിലും നിരക്കുകളിൽ മാറ്റം വരുത്തേണ്ടതില്ലെന്ന് കേന്ദ്ര ബാങ്ക് തീരുമാനിച്ചിരുന്നു. ഇതിനു മുൻപ് സെപ്റ്റംബർ, ഒക്ടോബർ, ഡിസംബർ മാസങ്ങളിലായി 3 തവണ 0.25% വീതം നിരക്ക് കുറച്ചിരുന്നു. പലിശ നിരക്കുകൾ ഉയർന്നു നിൽക്കുന്നത് കടപ്പത്രങ്ങൾ ഉൾപ്പെടെയുള്ള നിക്ഷേപങ്ങൾ ആകർഷകമാക്കുകയും സ്വർണത്തിന്റെ ഡിമാൻഡ് കുറയ്ക്കുകയും വില ഇടിയാൻ കാരണമാകുകയും ചെയ്യും. ഇതുകൂടാതെ US-ഇറാൻ യുദ്ധത്തെ തുടർന്ന് ക്രൂഡ് ഓയിൽ വില വർദ്ധിച്ചതും സ്വർണ്ണ വിപണിയെ ശ്രദ്ധാകേന്ദ്രമാക്കി. അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണ്ണവില ഔൺസിന് $4,836 കുറഞ്ഞിട്ടുണ്ട്. മാർച്ചിൽ ഇതുവരെ സ്വർണ്ണവിലയിൽ 4%, വെള്ളിവിലയിൽ 16% ഇടിവാണ് രേഖപ്പെടുത്തിയത്. ഇന്നത്തെ സ്വർണ്ണവിലയ്ക്കൊപ്പം പണിക്കൂലി, സ്വർണത്തിനും പണിക്കൂലിക്കും 3% നികുതി, 45 രൂപ ഹോൾമാർക്ക് ചാർജ്, അതിന് 18% നികുതി എന്നിവയും ചേർത്ത് 1 പവൻ ആഭരണമായി വാങ്ങണമെങ്കിൽ കുറഞ്ഞത് 1,16,855 രൂപയെങ്കിലും നൽകേണ്ടതുണ്ട്. പണിക്കൂലി കൂടുന്നതനുസരിച്ച് ആഭരണ വിലയും ഉയരും. ബിസിനസ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.